ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് മഷ്റൂമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വൈറ്റ് സോസ് പാസ്ത ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്യൂസിലി പാസ്ത വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് പാസ്ത വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. മക്രോണി വെച്ചിട്ടോ അല്ലെങ്കിൽ നൂഡിൽസ് പോലെയുള്ള പാസ്ത വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണ് കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഞാൻ ഇത്രയും ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ സ്ട്രെയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ മതി. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ തീയുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗാർലിക് ചതച്ചതാണ്. ഞാനിവിടെ 4 എണ്ണം വലിയ ഗാർലിക് എടുത്തിട്ടുണ്ട് കേട്ടോ. 4-5 എണ്ണം ആവാം. ഗാർലിക് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലേവർ നമ്മുടെ പാസ്തയിലേക്ക് നന്നായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ ഞാനിവിടെ മീഡിയം സൈസ് ഒരു ഒനിയന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ഒനിയനാണെങ്കിൽ 2 എണ്ണം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് വലിയ ഒനിയനായിരുന്നു. അപ്പോൾ അത്രയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഞാനിതിലേക്ക് മഷ്റൂമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇതൊരു 5 വലിയ മഷ്റൂം ഉണ്ട്. കഴുകിയിട്ട് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഒനിയനൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം അതിലേക്ക് ആഡ് ചെയ്യാണ്. മഷ്റൂം ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ബാക്കിയുള്ള മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഒറിഗാനോ, ഇത് എന്തായാലും വേണം കേട്ടോ. നമ്മുടെ പാസ്തയുടെ ഫ്ലേവർ തന്നെ ഇതാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ബേസിൽ ലീവ്സ് ആണ്. അതും കുറേശ്ശായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ വെച്ചിട്ട് എല്ലതും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് പാഴ്സലി ആണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് മിക്സ്ഡ് ഹെർബ് മേടിക്കാൻ കിട്ടും. ഇതെല്ലാം കൂടിയിട്ടുള്ളത് ഒരു ബോട്ടിലാക്കിയിട്ടുള്ള മിക്സ്ഡ് ഹെർബ് മേടിക്കാൻ കിട്ടും. അതിലെല്ലതും ഉണ്ടാവും കേട്ടോ. ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും ആ ഒരൊറ്റ ബോട്ടിലുണ്ടാവും. അത് ആഡ് ചെയ്താലും മതി കേട്ടോ. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. ഹെർബ്സൊക്കെ ഞാൻ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2-4 മിനിറ്റോളം മഷ്റൂം കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെല്ലാം ആഡ് ചെയ്യാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇതിൽ ഉപ്പും എരിവും നമ്മൾ ചേർത്ത് കൊടുത്ത ഹെർബ്സിൻ്റെ ടേസ്റ്റൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച പാസ്ത അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് ടൊമാറ്റോ കച്ചപ്പും അതുപോലെ ചില്ലി സോസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ പാസ്ത കഴിക്കാം. അപ്പോഴും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതല്ല ഇനി നമ്മൾ വൈറ്റ് സോസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മുടെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് പാസ്തയാണല്ലോ. അപ്പോൾ അതിൻ്റെ സോസാണ് ഇനി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മൈദയുടെ പൊടിയാണ് കേട്ടോ. മൈദപ്പൊടി പ്ലെയിൻ ഫ്ലവർ അത് ആഡ് ചെയ്യുക. എന്നിട്ട് നേരിയ ഫ്ലെയിമിലാണ് നമ്മളിത് വെക്കേണ്ടത്. ഫ്ലെയിം കൂടരുത്. അപ്പോൾ നമ്മൾ പൊടിയിട്ട കരിഞ്ഞു പോവും. ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ലൊരു മണവും ഈ കളറൊക്കെ ആയി വരും. ഇനി അതിലേക്ക് ഞാൻ കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റ ട്രിപ്പിന് തന്നെ ഫുള്ളായി പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ചേർത്ത മൈദ അധികം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ കട്ട ഉടഞ്ഞു പോവും. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുത്ത പാല് 2.5 കപ്പാണ് കേട്ടോ. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2.5 കപ്പ് പാല്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഞാൻ ക്വാണ്ടിറ്റി കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയും പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് 1/2 കപ്പ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഏത് ക്രീം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഡബിൾ ക്രീമോ വിപ്പിംഗ് ക്രീമോ അതല്ലെങ്കിൽ ഹെവി ക്രീമോ ഏത് വേണമെങ്കിലും എടുക്കുക. 1/2 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത മൈദപ്പൊടിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് കുറച്ചുകൂടി ഒറിഗാനോ ഇടുന്നുണ്ട് കേട്ടോ. ഒറിഗാനോയുടെ ഫ്ലേവർ നന്നായിട്ട് വേണം നമ്മുടെ പാസ്തക്ക്. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗാർലിക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉണ്ട് ഇത്. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഗാർലിക്കിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തല്ലോ, ആ സമയത്ത് ഗാർലിക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് മൈദപ്പൊടി ആഡ് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ പൊടി ആഡ് ചെയ്യുക. എന്തായാലും ഗാർലിക്ക് ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക കേട്ടോ. അത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ് കേട്ടോ അത്. ഇനി ഞാനിതിലേക്കൊരു 1/3 കപ്പ് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അപ്പോൾ മൊസറല്ല ചീസാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു സോസ് കഴിക്കാൻ. ഇനി നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഉണ്ടല്ലോ, ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച പാസ്ത അതിലേക്ക് ഈ സോസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനുണ്ടാക്കിയ വൈറ്റ് സോസ് ഫുള്ളായിട്ട് തന്നെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്ത കാരണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതിലത്തെ ചിക്കൻ പീസസൊക്കെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ഹെൽത്തിയും അതിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. Bye bye.